السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحابه سيدنا مولانا محمد. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عمل صالحا من ذكر أو أنثى فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. صدق الله مولانا العلي العظيم. ബഹുമാനികളെ, നമ്മുടെ ഹദീസ് ക്ലാസ്സാണ് നാം നിർവഹിക്കേണ്ടത്. അതിനിടയിൽ ഇന്ന് ഒരല്പം പരിപാടിയിൽ വ്യത്യാസമുണ്ടായിരിക്കും. മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും കണ്ണൂർ ജില്ലാ സംയുക്ത ഖാദിയും മാട്ടൂൽ മർക്കസിൻ്റെ എല്ലാമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ മാട്ടൂൽ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ ഒരു വഫാത്തായി ഏതാനും ദിവസങ്ങളായി. മഹാനവറുകളെ സംബന്ധിച്ച് ഒരു അനുസ്മരണ സമ്മേളനമാണ് ഇന്ന് നാം നിർവഹിക്കുന്നു. സയ്യിദാണ്. കാര്യമായ കേരളത്തിലെ ഉന്നതമായ സയ്യിദ് കുടുംബത്തിലെ കാരണവരാണ്. ബുഖാറ സാദാത്യങ്ങളിൽ വലിയ പ്രമുഖനാണ് മഹാനവറുകൾ. അദ്ദേഹത്തിൻ്റെ വലിയുപ്പ വലിയ മഹാനായിരുന്നു. ഏഴിമലത്തങ്ങൾ എന്ന പേരിൽ മഷൂറായ അദ്ദേഹം ഏഴിമലയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഉപ്പാൻ്റെ ഉപ്പ. അദ്ദേഹത്തിൻ്റെ അമ്മായിയെ കല്യാണം കഴിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. അദ്ദേഹത്തിൻ്റെ മാതുലന്മാരുമൊക്കെ വലിയ മഹാന്മാരായ കേരളത്തിലെ എടുത്തു പറയപ്പെടുന്ന സാദാത്യങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ, അവരെക്കുറിച്ച് പറഞ്ഞാൽ അവരോട് കടപിടിക്കുന്ന ഒരു വർഗം ഭൂമുഖത്തില്ല. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തത്തിൽ നിന്നുണ്ടായവരാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം അബൂ സഈദ് എന്നവർ ഉദ്ധരിച്ച ഹദീസാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് മാ ലക ഇദാ ഖബിലത് ഫാത്തിമത്തു ജഅൽത ലിസാനക ഫീഹാ. എന്താണ് അല്ലാഹുവിൻ്റെ റസൂലേ, എന്തൊരു അത്ഭുതമാണ്. ഫാത്തിമ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ ജഅൽത ലിസാനക ഫീഹാ, അങ്ങയുടെ നാവിനെ ഫാത്തിമയുടെ വായിലിട്ട് കൊടുക്കുന്നു. തങ്ങൾ വായിലിടും. കഅന്നക തുരീദു അൻ തൽഅഖഹ അസലൻ. ഫാത്തിമ ഒരു തേനാണോ എന്ന് കരുതി തേനിനെങ്ങനെ ഈമ്പിക്കുടിക്കുന്നത് പോലെ ഫാത്തിമയുടെ വായിൽ അങ്ങയുടെ നാവിട്ട് ഇങ്ങനെ ഈമ്പുന്നത് കാണാം. എന്താണ് ഇത് അത്ഭുതം എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ആയിഷ ബീവി സാധാരണ ഭാര്യമാരെ പോലെയല്ല, ടീനേജ് പ്രായമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാം വളരെ വ്യക്തമായി ചോദിച്ചറിയുന്ന വലിയ ധിഷണാശാലി, ബുദ്ധിമതിയാണ്. അന്നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നഹു ലമ്മാ ഉസ്രിയ ബി അദ്ഖലനി ജിബ്രീലു അൽ ജന്ന. ഇസ്രാഇന്റെ രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി കടത്തി. ഇസ്രാ മിഅ്റാജ് ഉണ്ടായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് ജഡത്തോടുകൂടിയുള്ള മിഅ്റാജ് ഒരു പ്രാവശ്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലപ്പോഴും റൂഹിയായ മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്, ആത്മീയമായ മിഅ്റാജ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജിബ്രീൽ എന്നെ സ്വർഗത്തിൽ ഒരു പ്രാവശ്യം ജിബ്രീൽ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി കടത്തി. ഫനാവലനി തുഫാഹത്തൻ. അങ്ങനെ ജിബ്രീൽ അഴി, അങ്ങനെ ആ ആപ്പിളിൽ നിന്ന് എൻ്റെ മുതുവിൽ അത് ഇന്ദ്രിയമായി പരിണമിച്ചു. ഫലമ്മാ നസൽതു മിനസ്സമായി. അങ്ങനെ ആകാശത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ വാഖഅതു ഖദീജത, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന ഖദീജയുമായി ഞാൻ ബന്ധപ്പെട്ടു, ഭാര്യഭർത്തൃ ബന്ധം നിർവഹിച്ചു. ഞാൻ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ ഭോഗിച്ചു. ഫാത്തിമത്തു മിൻ തിൽക്കൻ നുത്ഫതി. ഫാത്തിമ ആ ഇന്ദ്രിയത്തിൽ നിന്നുള്ളതാണ്. കുല്ലമസ്തഖ്തു ഇലാ തിൽക തുഫാഹ. സ്വർഗത്തിലെ ആപ്പിള് അതിനെനിക്ക് പൂതിയാവുമ്പോഴെല്ലാം ഖബ്ബൽതുഹ, ഞാൻ ഫാത്തിമയെ ചുംബിക്കുന്നു. അതുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ കാണുന്നത് ആയിഷ. ഫാത്തിമയെ കണ്ടാൽ എനിക്ക് സ്വർഗത്തിലെ ആപ്പിള് നാശ വരുമ്പോഴെല്ലാം ഫാത്തിമയെ ഞാൻ ചുംബിക്കും. ഈ ഫാത്തിമ ബീവിയിൽ നിന്ന് ഉത്ഭൂതമായ ഉടലെടുത്ത സന്താനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരകളായ അഹ്ലു ബൈത്ത് സാദാത്യങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ രക്തം അത് ഉടലെടുത്തിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആ രക്തമുണ്ടായത് സ്വർഗത്തിലെ പഴം തിന്നുകൊണ്ടാണ്. ഇങ്ങനത്തെ വലിയ മഹാന്മാർ, അപ്പോൾ മഹാന്മാരായ സാദാത്യങ്ങൾ, അവരുടെ മഹത്വം നാം കണക്കാക്കുന്നതിലൊക്കെ ഉപരിയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അഹ്ലുൻ നബി ദരീഅതി വഹും ഇലൈഹി വസീലതി അർജു ബിഹിം ഉഅതാ വദം ബിയദിൽ യമീനി സ്വഹീഫതി. അഹ്ലുൻ നബി ദരീഅതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾ, അവരാണ് എൻ്റെ വഴി, എനിക്കുള്ള അവലംബം. വഹും ഇലൈഹി വസീലത്തി, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള അവലംബം അവരാണ് എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ മഹാന്മാരായ അഹ്ലു ബൈത്തിനെ പറ്റി പറഞ്ഞതാണ്. ആ അഹ്ലു ബൈത്തിലെ അനിഷേധ്യമായ തറവാട്ടിൽ പിറന്നവരാണ് മഹാനായ സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ. ആ മഹാൻ നമ്മോട് വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജകളേറ്റി കൊടുക്കുമാറാവട്ടെ. വളരെ തികഞ്ഞ വ്യക്തിജീവിതം, മാതൃകാപരമായ വ്യക്തിജീവിതം. ദുന്യവിയായ സംസാരങ്ങളിൽ സംസാരിക്കുകയോ ആളുകളുടെ തൃപ്തിക്ക് വേണ്ടിയോ അവരുടെ പുഞ്ചിരിക്ക് വേണ്ടിയോ എന്തെങ്കിലും ഉരുവിടുന്ന സ്വഭാവം മഹാനായ സയ്യിദ് അവർക്കുണ്ടായിരുന്നില്ല. കാര്യമായ വിഷയങ്ങൾ മാത്രം സംസാരിക്കുകയും തൻ്റെ ഇബാദത്തും
ദീനീ വിഷയങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന മഹാനാണ്. മാതൃകാപരമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്റെ ശ്രമങ്ങൾ മുഴുവനും അല്ലാഹു വിജയിപ്പിച്ചിട്ടുണ്ട്. അതിനർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. തൻ്റെ ജീവിതം വൃഥാവിലല്ല. തനിക്കോർമ്മ വച്ചത് മുതൽ ദീനീ ദഅവത്തിൻ്റെയും ദീനീ ഖിദ്മത്തിൻ്റെയും വഴിയിലൂടെ ചലിച്ച് തൻ്റെ എളാപ്പമാരോടും മറ്റുമൊക്കെ കിതാബോധി ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് പിന്തുടർന്ന് അങ്ങനെ ദീനീ വിഷയങ്ങളിൽ തികച്ചും മാതൃകാപരമായ ജീവിതം നയിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയ തങ്ങൾ. പാലക്കാട് ജാമിഅ ഹസനയുമായി മഹാനവർക്ക് നല്ല ബന്ധമായിരുന്നു. ജാമിഅ ഹസനയിൽ ഈ കഴിഞ്ഞ വർഷം തന്നെ ഒരു പ്രത്യേകമായ ദിക്ർ സ്വലാത്ത് ഹൽക്കയിലേക്ക് മഹാനവറുകളെ ക്ഷണിക്കുകയും മഹാനവറുകൾ വളരെ ക്ഷീണിച്ചാണെങ്കിലും വന്നുകൊണ്ട് ആ പരിപാടിയിൽ സംബന്ധിക്കുകയും ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾക്ക് വേണ്ടി ധാരാളം ആളുകൾ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകളെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുകയും അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും ചെയ്യുമാറാവട്ടെ. ഈ വലിയ ഉന്നതമായ കുടുംബത്തിൽ പിറന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സാദാത്തുക്കളുടെ ദറജയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ആക്ഷേപിക്കാനോ അവരിൽ നമ്മുടെ ദൃഷ്ടിക്ക് നമ്മുടെ മനസ്സിന് യോജിക്കാത്തതിലും കണ്ടാൽ അവരെ വിമർശിക്കാനോ നാം മെനക്കെടാതെ കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ സന്തതി അള്ളാഹു ബഹുമാനിച്ച മുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തതികളാണ് അവരെന്ന് പറഞ്ഞുകൊണ്ട് നാം നമ്മുടെ വഴി നമ്മുടെ മാർഗം അവലംബിക്കലായിരിക്കും നല്ലത് എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞാൻ വിഷയത്തിൽ സുദീർഘമായി നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഹദീസിൻ്റെ ക്ലാസ്സിൽ ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒറ്റ ഹദീസാണ്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സഹീഹായ ഗ്രന്ഥങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസാണ്. അൽ കയ്യിസു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള സമർത്ഥൻ. നമ്മൾ പറയില്ലേ വളരെ സ്മാർട്ട് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മൻ ദാന നഫ്സഹു തൻ്റെ ശരീരത്തിനെ കീഴ്പ്പെടുത്തി വഅമില ലിമാ ബഅദൽ മൗത്ത് തൻ്റെ മരണത്തിൻ്റെ ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് ബുദ്ധിമാൻ. ശരീരത്തിൽ നഫ്സ് എന്ന് പറയുന്നത് അതിൽ അമ്മാറത്തും ബിസ്സൂണ്ട്, മനുഷ്യനെ ചീത്ത കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്ന പൈശാചികമായ ഒരു പങ്ക് നഫ്സിലുണ്ട്. അതോടുകൂടി തന്നെ ആത്മീയമായി നമ്മെ നിർദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കിൻ്റെ പങ്കുമുണ്ട്. അതുകൊണ്ട് എപ്പോഴും തന്നെ നമ്മുടെ ജീവിതത്തിൽ പൈശാചികമായ ആധിപത്യത്തിൽ നാം മോചിതരായി സർവശക്തനായ അള്ളാഹു അവൻ്റെ മാർഗത്തെ നാം അവലംബിക്കുകയും നമ്മുടെ വിലപ്പെട്ട ആയുസ്സിനെയും നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളെയും ഒക്കെ ശരീരത്തെ ശുദ്ധീകരിക്കുകയും അതിനെ സംസ്കരിക്കുകയും ചെയ്ത് നൈമിഷികമായ നൽകിയ ജീവിതത്തെ നാം നല്ല വഴിക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ നഫ്സിനെ സംസ്കരിച്ചതായ ആളുകൾ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ അഴുക്ക് പുരട്ടിയ അതിനെ നഷ്ടപ്പെടുത്തിയ ആളുകൾ പരാജയപ്പെടുത്തുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു അവസ്ഥാവിശേഷം നാം ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം സൽക്രമവൽക്കരിക്കുകയും വിലപ്പെട്ട സമയങ്ങൾ
നാം നഷ്ടപ്പെടുത്താതെ കണ്ട് നമ്മുടെ പാരത്രികമായ ജീവിതത്തിന് വേണ്ടി നാം കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ, അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് നാം ബുദ്ധിമാന്മാരായി നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങളിൽ നാം ഇടപെടുക. ഭൗതികമായ ലോകത്ത് ധാരാളം വിഷയങ്ങൾ കാണും. നാം ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണ്. ആ സഞ്ചാരയാത്രയിൽ വഴിയിൽ എന്തെങ്കിലും നമ്മുടെ യാത്രയെ, നമ്മുടെ ലക്ഷ്യത്തിനെ മുടക്കുന്ന വല്ലതും കണ്ടാൽ അവിടെ ഉടക്കി നിൽക്കുന്നത് ഒരിക്കലും ബുദ്ധിപരമല്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ എത്രയോ ദൂരം വഴി നാം സഞ്ചരിക്കേണ്ടതുണ്ട്. നാം വഴിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും കളികൾ, അനാവശ്യമായ കാഴ്ചകൾ കാണുന്നത് അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സമയം വൈകും, അല്ലെങ്കിൽ ലക്ഷ്യം മാറിപ്പോകും എന്നുള്ളത് നമുക്കറിയാമല്ലോ. എങ്കിൽ നമ്മുടെ ലക്ഷ്യം പാരത്രികമായ വിജയമാണ്. അതിന് തടസ്സം വരുന്ന ഏതെങ്കിലും ഭൗതികമായ ചാപ്പല്യങ്ങൾ ഒരിക്കലും നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉപദേശിക്കുന്നു, നീ 4 കാര്യങ്ങൾക്ക് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം. ഒന്ന്, യഗ്തനിം ശബാബക ഖബല ഹറമിക, നിന്റെ വാർദ്ധക്യത്തിന്റെ മുമ്പ് യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം. ഹൈറായ വിഷയം കാണുമ്പോൾ നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നീടാകട്ടെ എന്ന് പറഞ്ഞു പോകരുത്. കിട്ടുന്ന സമയം ഹൈറിനെ കിട്ടിയാൽ അതിന് ഉളരണം. എപ്പോൾ നല്ല ഒരു വിഷയം, ഒരു നന്മ ചെയ്യാൻ നമുക്ക് അവസരം ലഭിക്കുന്നുവോ അപ്പോൾ തന്നെ ചെയ്തു തീർക്കണം. അത് പിന്നീടാവട്ടെ എന്ന് പറയരുത്. ഈ ഭൗതികമായ ലോകത്ത് നമുക്ക് നന്മ ചെയ്യാൻ ധാരാളം അവസരങ്ങളുണ്ട്. എവിടെ നോക്കിയാലും നന്മയാണ്. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വിശ്വാസം എന്ന് പറഞ്ഞത് 70 പരം ശാഖകളുണ്ട്. അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കാണ്. നാം അത് ഉരുവിട്ടുകൊണ്ടിരിക്കണം. വാദിനാഹ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, ഏറ്റവും ചെറുത് വഴിയിലൊരു മുള്ളു നീക്കുക. ഈ പ്രപഞ്ചത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് ധാരാളം സൗകര്യമാണ്. ഒരു സഹോദരനെ കാണുമ്പോൾ വശ്യമായ പുഞ്ചിരി സമർപ്പിക്കുക, അത് ധർമ്മമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ധർമ്മത്തിന്റെ വഴികൾ, നന്മയുടെ വഴികൾ, നന്മ സുലഭമാണ്. നന്മ ഇവിടെ വിതച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനെ കൊയ്തെടുത്താൽ, അത് നഷ്ടപ്പെടുത്താതെ നമ്മുടെ ഓരോ നിമിഷത്തിലും നന്മ കൊയ്തെടുത്താൽ നമ്മുടെ പാരത്രികമായ ലക്ഷ്യം നമുക്ക് നേടാൻ സാധിക്കും. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ നാം അറിയാതെ കണ്ട് ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ സവാബ്, നമ്മുടെ അമലിന്റെ സവാബ് അത് തൂക്കി നോക്കുന്ന സന്ദർഭത്തിൽ ഫമൻ സഖുലത്ത്, ഒരാളുടെ സഖുലത്ത്, അയാളുടെ മീസാൻ തുലാസ് അത് ഖനം കൂടിയാൽ ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, നമുക്കറിയാവുന്ന പാഠമാണല്ലോ. അവന് സുഭിക്ഷമായ ജീവിതത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചെറിയ വാക്കുകളാണെങ്കിലും വലിയ അർത്ഥവത്താണ്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ബുദ്ധിമാൻ മൻ ദാന നഫ്സഹു, തന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തി കൺട്രോൾ ചെയ്ത്, വഅമില ലിമാ ബഅദൽ മൗത്തി, മരണത്തിന്റെ ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആ നല്ലതായ സ്വഭാവം അത് നാം എപ്പോഴും ഉൾക്കൊള്ളണം. സമയം വിലപിടിച്ചതാണ്. അൽ വഖ്തു സൈഫുൻ ഇല്ലം തഖ്തഅഹു ഖതഅക, സമയം എന്ന് പറയുന്നത് മൂർച്ചയുള്ള ഒരു ഖഡ്ഗമാണ്, വാളാണ്. ഇല്ലം തഖ്തഅഹു, അതിനെ നീ മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ, നിന്റെ പ്രയത്നം കൊണ്ട് അതിനെ നീ ഉപയോഗപ്പെടുത്തി, അതിനെ നീ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ ഖതഅക, നിന്നെ അത് മുറിച്ചു കളയും, നിന്റെ ജീവിതം തുലച്ചു പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇഗ്തനിം ശബാബക ഖബല ഹറമിക, നിന്റെ വാർദ്ധക്യത്തിന്റെ മുമ്പ് യുവത്വത്തിനെ നീ പരമാവധി ചൂഷണം ചെയ്ത് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞ ആ ഉപദേശം എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം, നമ്മുടെ നഫ്സിൽ ഉണ്ടാകണം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായല്ലോ, എല്ലാവരും വഞ്ചിതരാണ്. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്, 2 അനുഗ്രഹങ്ങൾ. ആ 2 അനുഗ്രഹത്തിൽ എല്ലാവർക്കും നഷ്ടം, പരാജയം സംഭവിച്ചിട്ടുണ്ട്. വേണ്ടതുപോലെ അത് ഉപയോഗപ്പെടുത്താൻ, ചൂഷണം ചെയ്യാൻ സാധ്യമായിട്ടില്ല. റസൂലുള്ളാഹി പറയാം, മനുഷ്യന് നൽകിയ നിഅമത്തുകൾ, ആ നിഅമത്തുകൾ 2 എണ്ണമുണ്ട്. മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്, അതിൽ ധാരാളം ആളുകൾക്ക് പരാജയമാണ്, അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധ്യമായിട്ടില്ല.
അതിനെ ഉപയോഗിക്കാൻ സാധ്യമായിട്ടില്ല, പരാജയം സംഭവിച്ചവരാണ്. എന്താണ് ആ രണ്ട് നിഅമത്തുകൾ? അസ്സിഹ്ഹത്തു വൽ ഫറാഗു, ഒന്ന് ആരോഗ്യവും രണ്ടാമത്തേത് നമ്മുടെ ഒഴിവു സമയവുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങളിപ്പോൾ വീടുകളിൽ ഇരിക്കുകയാണ്. ലോക്ക്ഡൗൺ, ഈ മഹാമാരി, അതിനെ തരണം ചെയ്യാൻ വേണ്ടി ലോക്ക്ഡൗൺ ആണ് ലോകത്തിൽ മുഴുവനും. നമ്മുടെ വിലപ്പെട്ട സമയം അത് നാളെ പാരത്രികമായ മോക്ഷത്തിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഒഴിവു സമയം രണ്ടും ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റിയ മാസമാണ് ഈ വന്നിരിക്കുന്നത്. പരിശുദ്ധമായ മാസത്തിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫറദിന്റെ കൂലിയും, ഒരു ഫറദായ പ്രവൃത്തി ചെയ്താൽ 70 ഇരട്ടി പ്രതിഫലവുമാണ് അതിനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ തന്നെ വലിയ കൂലിയാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറഞ്ഞതിലും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാർ പറഞ്ഞതിലുമൊക്കെ ഏറ്റവും ഉത്കൃഷ്ടമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കാണ്. ഏറ്റവും ചുരുങ്ങിയത് അത് തന്നെ ഒരു ദിവസം 1000 പ്രാവശ്യം നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സമയം അത് വലിയ നേട്ടം നമുക്ക് നേടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിക്ക് നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ, അവൻ ഇഷ്ടപ്പെടുന്ന നല്ല വഴിക്ക് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആകയാൽ ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും അവരാദരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക. ഇന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോടാകെ ആവശ്യപ്പെട്ടത്, നമുക്ക് ചെയ്തു തന്ന എല്ലാവിധ നേട്ടങ്ങളുടെയും പിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ സഹായം നമുക്കുണ്ട്. നമുക്ക് ലഭിച്ച എല്ലാ നേട്ടങ്ങളുടെയും ആ റസൂലുള്ളാഹ് നമ്മോടാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ കുടുംബത്തിനെ സ്നേഹിക്കണമെന്നാണ്. അതുകൊണ്ട് ഗ്രൂപ്പ് നോക്കാതെ, അതുകൊണ്ട് ചെറുതോ വലുതോ, താടിയും തലീക്കെട്ടും പ്രൗഢിയും വണ്ണവും എണ്ണവും ഒന്നും നോക്കാതെ ഇന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയാണോ കുടുംബമാണോ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിക്ക് നീങ്ങാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ പരലോകത്തെ ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കുകയും അവിടുത്തെ ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم اجعل ثواب ما قرأناه وما هللناه فداء لنا وله من عذاب القبر وفتنته ومن عذاب النار، واجعل ثواب ما قرأناه وما هللناه فكاكا لنا وله من عذاب القبر وفتنته ومن عذاب النار. اللهم اجعلنا وإياه من عتقاء شهر رمضان. اللهم اجعلنا واجعل أهلينا وعيالنا وأحبابنا ومن أوصانا وجميع أحبابنا من عتقاء شهر رمضان. اللهم امن علينا وعليهم بالعفو والغفران. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.